ഒരു പയറ് തീയൽ വെക്കാൻ പോവാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് നമ്മൾ പിന്നെയും ഇറക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ പച്ചപ്പയറ്, സവാള, ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3-4 പച്ചമുളക് കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇവിടെ നമ്മൾ 3-4 പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. പയറിനകത്തിലോട്ട് നമ്മൾ വിട്ടുപോയതാണ്, വീഡിയോയിൽ കട്ടായിപ്പോയതാണ്. ഒരു തക്കാളിക്കായും ഒരു കിഴങ്ങും കൂടെ അതിനകത്തിലോട്ട് ഇട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിക്കണം. ഇതിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതുപോലെ തന്നെ ഉപ്പൂടി ഇടുകയാണ് കഷ്ണത്തിന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇതുവരെ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എണ്ണയിലും ഈ പച്ചക്കറിയുടെ ചെറിയ വെള്ളം ഇറങ്ങുമല്ല, ആ വെള്ളത്തിലും കിടന്നാണിത് വഴലുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ തീയൽ വെക്കുന്നത്? നിങ്ങളൊക്കെ വെക്കുന്ന തീയലിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞു തരികയും കമൻറ്റിലൂടെ പറയുകയോ അല്ലെങ്കിൽ ഇൻബോക്സിൽ വന്ന് പറയുകയോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അന്നേരം ഇങ്ങനെയാണ് ഞാനിവിടെ പയറും തക്കാളിക്കയും ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ഇട്ടുള്ള തീയൽ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിനി ഒന്നുകൂടെ വഴണ്ട് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തീയലിൻ്റെ അരപ്പിനുള്ള തേങ്ങായും ഒക്കെയാണ് ഇത് ഞാൻ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കുറേ തേങ്ങ ഒരുമിച്ചൊരു ടിന്നിൽ വറുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ വറുത്ത് വെച്ച മിക്സി ഇരിപ്പുണ്ടായിരുന്നു. ആ തേങ്ങായും കരിയാപ്പിലയും കൂടി ഇട്ട് വറുത്ത് വെച്ച മിക്സിലോട്ട് ഞാൻ അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടി ഇട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കുകയാണ്. ഇത് ചൂടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പൊടി ഇരുന്നത് കൊണ്ടാണ്, വറുത്ത മിക്സ് ഇരുന്നത് കൊണ്ടാണ് ഞാൻ അത് മാത്രം എടുത്ത് ചൂടാക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ തേങ്ങ തിരുമ്മി അത് ബ്രൗൺ നിറമാകുന്നിടം വരെ വറുത്തെടുക്കണമായിരുന്നു. അത് ഒഴിവായെന്ന് വെച്ചാൽ ഇവിടെ തേങ്ങ വറുത്തത് ഇരിപ്പുള്ളത് കൊണ്ടാണ്. ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇത് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു. ഇതിനി ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നമ്മുടെ അരപ്പ് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്ത അരപ്പ് ഈ ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും അതുപോലെ തന്നെ പയറും കിഴങ്ങും കൂടെ വെന്ത മിശ്രിതത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണേ. ഇത് നമ്മൾ ഒത്തിരി ചുമന്നിരിക്കുന്ന തീയലല്ല വെക്കുന്നത് കേട്ടോ. ഇതന്നേരം മൊത്തം നമുക്ക് മിക്സിയുടെ ജാറൂടൊന്ന് കഴുകി ഒഴിച്ച് പുളിയും പിഴിഞ്ഞെടുത്തിട്ട് കാണാം. തീയലിനെ ചേർക്കാനുള്ള കടുക് വറുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി, കരിയാപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക്, കടുക്. ഇതിനകത്തിൽ ഞാൻ സവാള ഉള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത്. എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഓരോ കൊച്ചുള്ളി എടുത്ത് അരിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് സവാളയുള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കടുക് വറക്കുന്നത് കാണിക്കാഞ്ഞത് കൈയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കടുക് വറുത്തത് നമ്മൾ ഈ വെട്ടിത്തിളച്ച് കിടക്കുന്ന ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കുഞ്ഞിനോടെ കൊടുക്കുന്നതുകൊണ്ടാണ് ഒത്തിരി അങ്ങ് കറുത്ത് ചുമന്നിരിക്കുന്ന തീയൽ വെക്കാഞ്ഞത്. അവനൊത്തിരി എരിവ് വേണം, എന്നാൽ ഒരുപാട് എരിവ് വേണ്ട, അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് തീയൽ. ഇതൊന്നുകൂടെ തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടോ വീഡിയോ നിങ്ങൾക്കെല്ലാവരും? നിങ്ങളൊക്കെ ഇങ്ങനെയാണോ തീയൽ വെക്കുന്നത്? ഞാൻ എൻ്റേതായ രീതിക്കാണ് തീയൽ വെച്ചിരിക്കുന്നത്. പിന്നെ കൈ വയ്യാത്തതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.